ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്നത്തെ ഗൈഡൻസ് റീഡിങ്ങിൽ ഇന്ന് എടുക്കാൻ പോകുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് യൂണിവേഴ്സ് നിങ്ങളോട് എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെന്താ നോക്കാം. ഓക്കെ, യൂണിവേഴ്സ് എന്താ പറയാൻ ആഗ്രഹിക്കുന്നത് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. യൂണിവേഴ്സ് നിങ്ങളോട് എന്താ പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് ജസ്റ്റ് മെസ്സേജസ് എന്താ പറയുക, ഒറക്കിൾ ഡെക്ക് മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വരുന്ന മെസ്സേജ് ഓക്കെ നോക്കാം. കോൺഫിഡൻസ് ഈസ് യുവർ കീ ടു സക്സസ്. ഹോൾഡ് യുവർ വിഷൻ. അഡ്ജസ്റ്റ്മെന്റ്സ് ആർ റിക്വയർഡ്. Win-win outcome. Very nice. Okay. എനർജി ഈസ് ഗെയിനിങ് മൊമെന്റം എന്നുണ്ട്. ഇവിടെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യങ്ങൾ നേടണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ, ഓക്കെ, ഇത് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. നടക്കും, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മുന്നോട്ട് നടക്കും. നിങ്ങൾക്കൊരു വിൻ വിൻ സിറ്റുവേഷൻ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എന്ത് തന്നെ ലൈഫിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിൽ നിങ്ങൾ ജയിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് വിക്ടറി വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം സക്സസ് നിങ്ങൾക്ക് വരും. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് അതിനെ കുറച്ച് ടൈം എടുത്ത് കാണാം. ഓക്കെ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ കുറേ ആയി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിനൊരു റിസൾട്ട് എനിക്ക് കാണുന്നില്ല എന്ന രീതിക്ക് നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് ഉണ്ടാവാം യൂണിവേഴ്സിനോട്, ഓക്കെ, ദൈവത്തിനോട്. അപ്പോൾ ഇവിടെ ദൈവം എന്താ പറയുന്നത്, യൂണിവേഴ്സ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഒന്ന് നിങ്ങളോട് പറയുന്നത് യെസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എന്താണോ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് വരുന്നുണ്ട്. ചിലവർക്ക് എന്തെങ്കിലും എക്സാമിൻ്റെ സക്സസിൻ്റെ കാര്യം റിസൾട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക ജോലി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വരുന്ന കാര്യമായിരിക്കും. ഓക്കെ, റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, നിങ്ങൾ ഏതെങ്കിലും ആഗ്രഹിക്കുന്ന തരത്തിലൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ, അല്ലെങ്കിൽ ഒരു ഉള്ള റിലേഷൻഷിപ്പ് തന്നെ ബെറ്റർ ആവുന്ന തരത്തിൽ, ഓക്കെ, അങ്ങനെല്ലാം ഇവിടെ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും എഫേർട്ട് ഇട്ട് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്കൊരു സക്സസ് വരാൻ പോകുന്നുണ്ട്. ഓക്കെ, പക്ഷേ സമയം എടുക്കുന്നുണ്ടാവും. ഞാനതാ പറഞ്ഞു. ഓക്കെ, മേ ബി നിങ്ങൾക്ക് പേഷ്യൻസ് നഷ്ടപ്പെടുന്നുണ്ടാവും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഞാൻ എത്ര ചെയ്തിട്ടും ഒന്നും ആവുന്നില്ലല്ലോ. നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യാൻ വരെ ആലോചിക്കുന്നുണ്ടാവാം. ഇനിയും ഞാൻ ചെയ്യണോ വേണ്ടേ, ഇനിയും ഞാൻ അതിൽ എഫേർട്ട് ഇടണോ എന്ന രീതിക്ക് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. അതിപ്പോൾ ഏത് കാര്യത്തിലായാലും ഓക്കെ, നിങ്ങൾ അങ്ങനെ എടുക്കുക. ഈവൻ നിങ്ങളുടെ വീട്ടിലെ ബന്ധങ്ങൾ, മറ്റുള്ള ഫാമിലിയുമായിട്ട്, ഫ്രണ്ട്സുമായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് എപ്പോഴും പ്രശ്നങ്ങൾ, ജോലി സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണിത് എൻ്റെ ഒരു ശരിയാവാത്തത് എന്ന രീതിക്ക് ചിന്തിക്കുന്നുണ്ടാവും. ബട്ട് ഇവിടെ കാണുന്ന യൂണിവേഴ്സ് എന്താ പറയുന്നത് വെച്ചാൽ, നിങ്ങളോട് കോൺഫിഡൻസ് മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ കോൺഫിഡൻസ് പോകരുത്. ഓക്കെ, നിങ്ങൾ ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യുന്ന ഒരു തരത്തിലേക്ക് വരരുത്. നിങ്ങൾക്കൊരു ഗോളുണ്ട് നിങ്ങളുടെ മനസ്സിൽ. ഓക്കെ, അതിനെ ഫോക്കസ് വെച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ റിസൾട്ട് എന്താവും എന്നുള്ള വറി നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് നല്ല റിസൾട്ട് യൂണിവേഴ്സ് തരും. പിന്നെ ഇവിടെ കാണുന്നത് ആക്ച്വലി നമ്മുടെ എന്താ പറയുക ന്യായത്തിൻ്റെ ബാലൻസ് ആണ് ഇവിടെ കാണുന്നത്. എന്താ വെച്ചാൽ തുലാസ് എന്നല്ല പറയാം, സോറി, അതിവിടെ ഉണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങോട്ട് എന്ത് ചെയ്യുന്നു, നിങ്ങൾ നല്ലത് പ്രവർത്തിച്ചാൽ ഓക്കെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് യൂണിവേഴ്സ് തരും തീർച്ചയായിട്ടും. അപ്പം നമ്മളുടെ പണി എന്താണ്, നമ്മളുടെ ജോലി എന്താ, നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിനെ എപ്പോഴും കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറ്റുന്നത്ര എഫേർട്ട് ഇട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അവനവനോട് ചോദിച്ചു നോക്കാം. ഓക്കെ, മറ്റുള്ളവരുടെ ഇതൊന്നും കേൾക്കാൻ നിൽക്കണ്ട. നിങ്ങൾ അവനവനോട് ചോദിക്കുക, ഞാൻ മാക്സിമം എഫേർട്ട് ഇട്ടിട്ടുണ്ടോ, എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ടോ, എന്നാൽ പറ്റുന്നത് ഞാൻ ചെയ്തിട്ടുണ്ടോ, ഞാൻ ആത്മാർത്ഥമായ എഫേർട്ടാണോ ഇവിടെ ഇട്ടിട്ടുള്ളത്, എന്തെങ്കിലും എൻ്റെ ഭാഗത്തു നിന്ന് കുറവുണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കൂ. നിങ്ങൾ മറ്റുള്ളവരെ പറ്റി പറയേണ്ട, ഞാൻ ചെയ്തിട്ടും വാല്യൂ കണ്ടില്ല, ഞാൻ എത്ര ചെയ്തിട്ടും അവരറിഞ്ഞിട്ടില്ല എന്നൊന്നും നിങ്ങൾ ചിന്തിക്കാതിരിക്കുക. മറ്റുള്ളവരെ പറ്റി ചിന്ത നിർത്താം. ഓക്കെ, നിങ്ങൾ അവനവനിലേക്ക് നോക്കുക, നിങ്ങളിലേക്ക് നോക്കുക. എന്നിട്ട് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചെന്ന് ചോദിക്കുക, അവനവനോട് ചോദിക്കുക, ഞാൻ ചെയ്തിട്ടുണ്ടോ മാക്സിമം, എനിക്ക് പറ്റുന്നത്ര എഫേർട്ട് ഞാനിട്ടുണ്ടോ, അതോ ഇടയ്ക്ക് ഞാനായിട്ട് ചിലത് വലുതും വേണ്ടാന്ന് വെച്ചിട്ടുണ്ടോ. അവനവനെ കുറ്റമുണ്ടെങ്കിൽ, തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താനും നിങ്ങൾക്ക് കഴിയണം. ഓക്കെ, കാരണം അത് നമ്മൾ മനസ്സിലാക്കി നമ്മളത് തിരുത്താൻ ശ്രമിക്കണം. നമ്മൾ ഏറ്റവും നമ്മുടെ ബെസ്റ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. ഓക്കെ, നിങ്ങളിപ്പോൾ ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ കുറേ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇതിപ്പോൾ വേണ്ട എന്ന്. അങ്ങനെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും കുറവ് വരുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കൂ. ഓക്കെ, മറ്റുള്ളവരത് കണ്ടോ കണ്ടില്ലേ അതിനെപ്പറ്റി ഒന്നും നിങ്ങൾ ബോധർ ചെയ്യരുത്. ഓക്കെ, നിങ്ങൾക്ക് കോൺഫിഡൻസ് വെക്കുക. യെസ്, ഞാൻ എൻ്റെ മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട്, എന്നെ കൊണ്ട് പറ്റുന്നത്ര, എൻ്റെ കഴിവിൻ്റെ പരമാവധി, എൻ്റെ സമയത്തിൻ്റെ പരമാവധി ഞാൻ കൊടുക്കുന്നുണ്ടായില്ല, ഞാൻ എഫേർട്ട് ഇടുന്നുണ്ട് എന്ന് നിങ്ങൾ അവനവനെ അപ്രീഷിയേറ്റ് ചെയ്യൂ. ഓക്കെ, വേറെ ആരും അപ്രീഷിയേറ്റ് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളെ മറ്റൊരു വ്യക്തി, പുറമേ നിന്നുള്ളൊരു വ്യക്തി നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യണം എന്ന് നിർബന്ധമില്ല. ഓക്കെ, അത് വിട്ടുകളയാം, അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക.
അവനവനെ നോക്കുക. നിങ്ങൾ അവനവൻ്റെ വാല്യൂ നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വേറെ ആൾ നിങ്ങളോടത് പറഞ്ഞ് നിങ്ങളെ പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അതായത് ആരെങ്കിലും പറഞ്ഞിട്ട് വേണ്ട നിങ്ങൾക്ക് സന്തോഷിക്കാൻ, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് വേണ്ട നിങ്ങൾ സന്തോഷിക്കാൻ. നിങ്ങൾ ആദ്യം അവനവനെ സന്തോഷം കണ്ടെത്തും. ഓക്കെ, അവനവനെ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങും. യെസ്, ഞാൻ ചെയ്തു എൻ്റെ മാക്സിമം, വെരി ഗുഡ് എന്ന് അവനവനോട് പറയൂ. ഓക്കെ, നിങ്ങളുടെ കണ്ണാടി നോക്കി നിന്ന് യെസ്, ഞാൻ ഇന്ന് എന്നെ കൊണ്ട് പറ്റുന്നത്ര ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ എന്ത് നമ്മൾ ചെയ്യുമ്പോഴും അതുപോലെ ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കുക, യൂണിവേഴ്സിന്റെ മുമ്പിൽ സമർപ്പിക്കുക. ഓക്കെ, അതായത് നമ്മളല്ല ഒന്നും ചെയ്യുന്നത്, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ എന്തെങ്കിലും കഴിയുന്നുണ്ടെങ്കിൽ തന്നെ അത് ചെയ്യിപ്പിക്കുന്നത് അവിടുന്ന് യൂണിവേഴ്സാണ്, ഭഗവാനാണ്. ഓക്കെ, നമ്മുടെ കൈ അതിലൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ എന്നൊരു ഭാവം ഇല്ല നമുക്ക്. ഓക്കെ, അപ്പം നമ്മൾ പറയേണ്ടത് യെസ്, നമ്മളെ കൊണ്ട് ചെയ്യാൻ നമുക്ക് ഏൽപ്പിച്ച ഒരു പണിയാണ്, ആ കാര്യം ഞാൻ എൻ്റെ മാക്സിമം എനിക്ക് പറ്റുന്നത്ര ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയാം, അതവിടെ സമർപ്പിക്കാം. ഓക്കെ, ഇതിൻ്റെ റിസൾട്ട് എന്താവും എന്ന് എനിക്ക് അറിയണ്ട. എനിക്ക് എൻ്റെ റിസൾട്ട് എന്തായാലും ശരി, എനിക്ക് നല്ലതേ തരുള്ളൂ എന്ന് എനിക്ക് വിശ്വാസമുണ്ട്, ഭഗവാനിൽ വിശ്വാസമുണ്ട്, യൂണിവേഴ്സിൽ വിശ്വാസമുണ്ട് എന്ന് നിങ്ങൾ പറയാൻ പഠിക്കാം. ഓക്കെ, ആ വിശ്വാസം അവിടെ യൂണിവേഴ്സിലേക്ക് അർപ്പിക്കാം. എനിക്ക് ഈ നിങ്ങളുടെ ബോസോ വീട്ടിലെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഹസ്ബൻഡോ ബോയ്ഫ്രണ്ടോ ഗേൾഫ്രണ്ടോ ആരും പറഞ്ഞിട്ട് വേണ്ട നിങ്ങൾക്ക് അപ്രീസിയേഷൻ കിട്ടാൻ. ഓക്കെ, നിങ്ങൾ അവനവനെ അപ്രീഷിയേറ്റ് ചെയ്യുക ആൻഡ് ഭഗവാൻ അപ്രീഷിയേറ്റ് ചെയ്യട്ടെ. അതാണ് വേണ്ടത്. നമ്മൾ എപ്പോഴും നമ്മൾ ആരുടെയും മറ്റുള്ളവരുടെ മുമ്പിലല്ല നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്, നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിലാണ് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, അതെപ്പോഴും നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, ഇവിടെ നിങ്ങൾ കോൺഫിഡൻസ് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് എന്നാണ്. ഓക്കെ, ആൻഡ് ഇവിടെ ഹോൾഡ് യുവർ വിഷൻ, നിങ്ങളുടെ ആഗ്രഹം എന്താണ്, ഗോൾ എന്താണ്, നിങ്ങൾ അതിൽ ഫോക്കസ് വെച്ച് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. മറ്റുള്ളവർ ചുറ്റും എന്ത് ചെയ്യണു, ആരുടെയും ഒരു കാര്യത്തിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അഡ്ജസ്റ്റ്മെന്റ്സ് ആർ റിക്വയർഡ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ലേശം ഐ തിങ്ക് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തോ ചെയ്യാനുണ്ട്, ചെറിയ അഡ്ജസ്റ്റ്മെന്റ്സ്. അത് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ എന്താണ് എന്താ പറയുക, മേ ബി നിങ്ങളുടെ റുട്ടീന് ലേശം മാറ്റേണ്ടതുണ്ടാവും, അതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന അപ്രോച്ച്, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന ചില അപ്രോച്ച് ഉണ്ടാവും നിങ്ങളുടെ, അല്ലേ, നമ്മൾ ചെയ്യുന്ന രീതികൾ ഉണ്ടാവുമല്ലോ, അതിലായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ മാറ്റങ്ങൾ വരുത്തേണ്ടത്. എന്തോ അഡ്ജസ്റ്റ്മെന്റ് വേണം എന്ന് പറയുന്നുണ്ട്. മേ ബി ചിലപ്പോൾ കോംപ്രമൈസ് ആയിരിക്കാം. ഓക്കെ, ലേശം മറ്റുള്ളവരുടെ ഭാഗം കൂടി കേൾക്കേണ്ട ഉണ്ടാവുക, അതായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് ചില അഡ്ജസ്റ്റ്മെന്റ്സ് ഇവിടെ വേണ്ടി വരുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, മേ ബി ഇങ്ങനെയും പറയാൻ പറ്റും, നിങ്ങൾ ഓക്കെ, എന്തായാലും ശരി, ലൈഫിൽ ചില അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യാനുണ്ട് എന്ന രീതിക്ക് കാണുന്നുണ്ട്. ബട്ട് നിങ്ങളോട് പറയുന്ന കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, നിങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയാം. ആൻഡ് ബി കോൺഫിഡൻറ്റ് ഓൾവേസ്. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് ഈസ് യുവർ കീ ടു സക്സസ് എന്നാണ് പറയുന്നത്. ഈ സക്സസ് നിങ്ങൾക്ക് എത്തണമെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് ആദ്യം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. ആൻഡ് ഇടയിൽ വെച്ച് നിങ്ങൾ നിർത്തിപ്പോരുത്. നമ്മൾ എന്തെങ്കിലും ശ്രമിച്ച് കിട്ടാതെ ആകുമ്പോൾ നമ്മൾ അതിന് നിർത്താൻ തോന്നും, നമുക്കല്ലേ വേണ്ട വിട്ട് കളയാൻ തോന്നും. അങ്ങനെ ചെയ്യേണ്ട യൂണിവേഴ്സ് പറയുന്നുണ്ട്. നോ, കീപ് ഗോയിങ് എന്നാ പറയുന്നത്. ഓക്കെ, എനർജി ഈസ് ഗെയിനിങ് മൊമെന്റം എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ആക്ച്വലി മാറ്റങ്ങൾ വരുന്നുണ്ട്, സംഭവിക്കുന്നുണ്ട്, നിങ്ങൾ കാണുന്നില്ല എന്നേ ഉള്ളൂ. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ചിലത് ചെയ്യുന്നുണ്ട്, പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരിക്കലും അത് യൂണിവേഴ്സ് കാണുന്നില്ല, ദൈവം കാണുന്നില്ല എന്ന് വിചാരിക്കരുത്. ശരിക്കും നമ്മൾ പറയാറുണ്ടല്ലോ, എന്താ പറയുക, എല്ലാം ദൈവമാണ് കാണുന്നത് എന്ന് പറയും, അല്ലേ. നിങ്ങളുടെ മനസ്സും നിങ്ങൾ ചെയ്യുന്നതും എല്ലാം നമ്മൾ വിചാരിക്കും നമ്മളെയൊന്നും ആരും കാണുന്നില്ല എന്ന്. ബട്ട് യെസ്, ഒരാൾ വാച്ച് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അവരെ ആ ഒരു പവറിനെ മാത്രം നിങ്ങൾ എന്താ പറയുക, നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. യൂണിവേഴ്സിൽ ട്രസ്റ്റ് വെക്കാം. ഓക്കെ, കുറച്ച് കാഴ്ച കൂടെ എടുക്കാം. ഞാൻ ഓൾറെഡി കുറേ ലെക്ചർ തന്നു കഴിഞ്ഞു. റൈറ്റ്നെസ്, ഓക്കെ, ഗുഡ്. ഹാർമണി, ആക്ച്വലി ഇത് രണ്ടും ഓക്കെ. അഡ്ജസ്റ്റ്മെന്റ്സ് എന്താണാവോ, ആരോടെങ്കിലും കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യമായിരിക്കാം. ഡ്രീം, ദ ലവേഴ്സ്, വെരി ഗുഡ്. ആൻഡ് ബ്രേക്ക് ത്രൂ, യെസ്, വെരി നൈസ്. ഓക്കെ, അഗെയിൻ സെയിം തിങ് ആണ് പറയുന്നത്. നിങ്ങൾക്ക് റൈറ്റ്നെസ്, വിൻ അല്ലേ. നമുക്ക് സക്സസ് വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത കാര്യങ്ങളുടെ എഫേർട്ടിന് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു. ഓക്കെ, നിങ്ങൾക്ക് എന്താ പറയുക, ഫലം ലഭിക്കാൻ പോകുന്നു എന്ന് പറയില്ലേ, അത് കിട്ടും എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, പക്ഷെ എന്താണ്, ഒരു കാര്യം നമ്മളൊരു വിത്ത് കുഴിച്ചിട്ടു. ഓക്കെ, അത് ചെടിയായിട്ട് വളരണം, മരമായിട്ട് വളരണം, അതിൽ പൂ വരണം, കായ വരണം. അത് കായ പഴുത്തിട്ട് വേണം നമ്മൾ കഴിക്കാൻ. അതിന് ഒരു സമയമുണ്ട്, അതിൻ്റെതായ ഒരു സമയമുണ്ടാവും. എല്ലാം നമ്മൾ ഇന്ന് ചെയ്ത് നാളേക്ക് നമുക്ക് റിസൾട്ട് വേണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. ചിലപ്പോൾ കുറച്ചായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവാം, എനിക്കറിയാം. നിങ്ങൾ പറയും ഞങ്ങൾ കുറേ ആയി കാത്തിരിക്കണമെന്ന് പറയും, എനിക്കറിയാം.
ബട്ട് എല്ലാത്തിനും അതിൻ്റെതായ ഒരു എന്താണ്, എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ എന്ന് പറയില്ലേ. സോ അതാണ് ഇവിടെ. ഓക്കെ, ഡിവൈൻ ടൈം. ഓക്കെ, ഡിവൈൻ ടൈമിലെല്ലാം നമുക്ക് വേണ്ടതെല്ലാം യൂണിവേഴ്സ് തരും. പേടിക്കേ വേണ്ട ഒരിക്കലും. ഹാർമണി എന്ന് പറയുന്നുണ്ട്. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ അഡ്ജസ്റ്റ്മെന്റ്സിന്റെ കാര്യമായിട്ട് മേ ബി നിങ്ങൾ ആരോടെങ്കിലും കോംപ്രമൈസ് കുറച്ച് കൊണ്ടുവരാനുണ്ടാവും. അതായിരിക്കാം. എന്തായാലും നിങ്ങൾക്ക് ഹാർമണി വരുന്നു എന്നും പറയാം. പീസ് വരുന്നു, സമാധാനം വരുന്നു, നിങ്ങളുടെ ലൈഫിൽ സമാധാനം കിട്ടുന്നു എന്ന രീതിക്കായിരിക്കും. ഓക്കെ, നിങ്ങൾ വളരെ പീസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് സമാധാനം കിട്ടുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ നിങ്ങളുടെ ഒരു ആഗ്രഹം നടക്കാൻ പോകുന്നു എന്ന് തന്നെയാണ്. നിങ്ങളുടെ ഒരു സ്വപ്നം, നിങ്ങളുടെ ഒരു ഡ്രീം, ഇതാണ് പറഞ്ഞത് ഹോൾഡ് യുവർ വിഷൻ എന്ന്. നിങ്ങൾക്ക് എന്തെങ്കിലും സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊരിക്കലും നിങ്ങൾ വിട്ടുകളയരുത്. ഓക്കെ, അത് വിട്ടുകളയേണ്ട. ആ ഡ്രീം നടക്കാൻ പോകുന്നു എന്നുള്ളൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഇത് ചോയ്സസ് എന്ന രീതിക്ക് എടുക്കാൻ നമുക്ക് വേണമെങ്കിൽ കുറച്ച് പേർക്ക് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കാനുണ്ടാവാം. നിങ്ങളുടെ ലൈഫിൽ എന്താണ് വേണ്ടത് എന്നുള്ള ചില തീരുമാനങ്ങൾ എടുക്കുന്ന സമയങ്ങളായിരിക്കാം. അല്ലെങ്കിൽ കുറച്ച് പേർക്ക് റിലേഷൻഷിപ്പിൻ്റെ കാര്യവുമായിരിക്കാം. ഓക്കെ, റിലേഷൻഷിപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലൊരു വ്യക്തി, ഒരു കണക്ഷൻ നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. യൂണിവേഴ്സ് പറയുന്നുണ്ട് യെസ്, അങ്ങനെ ഒരു വ്യക്തി നിങ്ങൾ ആക്ച്വലി ഇതിലും അതേപോലെ തന്നെയാണ്. ഈവൻ റിലേഷൻഷിപ്പ് ആണ് ഇവിടെ. സോ നിങ്ങളുടെ സ്വപ്നം അതാണെങ്കിൽ അത് നടക്കും. അല്ല നിങ്ങളുടെ ആഗ്രഹം ലൈക്ക് ജോലിയിലോ കരിയറിലോ നിങ്ങൾക്ക് പണം വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സമാധാനം വേണം, നിങ്ങളുടെ ലൈഫിലും മാറ്റങ്ങൾ വേണം എന്നാണെങ്കിൽ അതും നടക്കും. ഓക്കെ, ബട്ട് ഇവിടെ ചില തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കാനുള്ളതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഡിസിഷൻ നിങ്ങൾ എടുക്കാനുള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, എന്താ വേണ്ടത് നിങ്ങൾ തീരുമാനിക്കുക. അതിനെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവാം. ആൻഡ് ബ്രേക്ക് ത്രൂ. യെസ്, നിങ്ങളുടെ ആക്ച്വലി അഗെയിൻ വിൻ വിൻ ഔട്ട്കം എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് ഒരു നിങ്ങൾ ആക്ച്വലി പ്രതീക്ഷിക്കാതെ ആയിരിക്കും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നടക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ പ്രതീക്ഷിക്കില്ലേ അതൊക്കെ ഫൈനലി ചിലപ്പോൾ ലൈക്ക് നമ്മൾ പറയില്ലേ, നിങ്ങൾ ഓൾമോസ്റ്റ് ഇത് വിട്ട് കളയാൻ നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കും. ആ സമയത്തായിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ആഗ്രഹിച്ച രീതിയിലുള്ളത് എന്തെങ്കിലും കിട്ടാൻ പോകുന്നത്. ആക്ച്വലി ഇവിടെ ഞാൻ മൂണിൻ്റെ ഇപ്പോഴാണ് ഒന്ന് ശ്രദ്ധിച്ചത്. ഇവിടെ ഇത് നമ്മുടെ ചെറിയ ചന്ദ്രകല പോലെ മാത്രമാണ്, ക്രസന്റ് മൂണാണ്. ഇതിൽ ഇങ്ങോട്ട് തിരിഞ്ഞിട്ടുള്ള ഹാഫ് മൂൺ പോലെ, ഹാഫ് അല്ല കുറച്ചുകൂടി. ഓക്കെ, ആൻഡ് ഇതിൽ ഇങ്ങോട്ട് തിരിഞ്ഞിട്ടുണ്ട് മീൻസ് ആൻഡ് ഇത് കഴിഞ്ഞ് ഫുൾ മൂണും ഉണ്ട്. സോ ഒരു ഫുൾ മൂൺ സൈക്കിളാണ് ഇവിടെ എനിക്ക് കാണുന്നത്. ഓക്കെ, അമാവാസി കഴിഞ്ഞാൽ തൊട്ടത് ഫുൾ മൂൺ വരെയുള്ള ഒരു സൈക്കിൾ. സോ അടുത്ത ഇപ്പം നമ്മുടെ അമാവാസി കഴിഞ്ഞു ഓൾറെഡി. ഓക്കെ, ഇപ്പോൾ ഫുൾ മൂൺ വരാൻ പോകുന്നുണ്ട്. ഐ തിങ്ക് 20 ഡേറ്റ് ഓർമ്മയില്ല എനിക്ക് തവണത്തെ. ഓക്കെ, അല്ല ഇപ്പോൾ ഈ അടുത്താണ് കഴിഞ്ഞ അമാവാസി. ഓക്കെ, എന്തായാലും ഫുൾ മൂണും അമാവാസിയും ഒക്കെ അത് ഒരു പീരീഡ്, അതായത് ഇനി നെക്സ്റ്റ് ഇപ്പോൾ നമ്മളൊരു അമാവാസി എന്നെടുത്തോളൂ. നെക്സ്റ്റ് അമാവാസി തൊട്ട് അതിൻ്റെ അടുത്ത് വരുന്ന ഫുൾ മൂൺ വരെ. ഓക്കെ, അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ കാണാനുള്ള സാധ്യത. എല്ലാവർക്കും അല്ല കേട്ടോ, കുറച്ച് പേർക്കെങ്കിലും അങ്ങനെ ഒരു സാധ്യത എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഡേറ്റ്സ് ഒന്നും എനിക്ക് ഓർമ്മയില്ല, നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. അമാവാസി എന്നാ വരുന്നത് നോക്കുക, അന്ന് തൊട്ട് അടുത്ത് ഫുൾ മൂണിൻ്റെ ഉള്ളിൽ ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നടക്കാനുള്ള സാധ്യതയാണ്. ഓക്കെ, മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണും. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.